നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെമ്മറിയെ പറ്റിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ മെമ്മറി എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ്സ് ഓഫ് മെമ്മറിയാണ്. മെമ്മറിയുടെ യൂണിറ്റ്, എങ്ങനെയാണ് മെമ്മറിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത് ബിറ്റാണ്. ബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈനറി ഡിജിറ്റ് ആണ് ബിറ്റ്. അതായത് ബിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0 ആൻഡ് 1. 0യും 1ഉം വെച്ചിട്ടാണ് ബിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബിറ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ബൈനറി ഡിജിറ്റ് ആണ്. അപ്പോൾ എന്താണ് ബിറ്റ് എന്ന് ഞാനൊന്ന് പറയാം. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അപ്പോൾ അതിന് മനസ്സിലാകുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ പോസിറ്റീവ് സിഗ്നലും നെഗറ്റീവ് സിഗ്നലും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0 ബിറ്റും 1 ബിറ്റും വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് തന്നെ പലതരത്തിലുണ്ട്. മെഷീൻ ലാംഗ്വേജ് ഉണ്ട്, അതുപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇങ്ങനെ കമ്പ്യൂട്ടർ ലാംഗ്വേജസിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ലാംഗ്വേജ്, കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ മെഷീന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. ഈ മെഷീൻ ലാംഗ്വേജിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്? ബിറ്റ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ് ആയിട്ടുള്ള 0യും 1ഉം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ ഏത് ഫോമിലായിരിക്കും എന്ന് ചോദിച്ചാൽ ഇങ്ങനെ 0 1 1 0 1 1 അങ്ങനെയുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ നോക്കിയേ, 1 0 1 1 1 0 1 1 ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഈ മെഷീൻ ലാംഗ്വേജിൽ ഒരു ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ 1ഉം 0യുമാണ് ഒരു ബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്മാളസ്റ്റ് ഡേറ്റ അല്ലെങ്കിൽ ഒരു ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്മാളസ്റ്റ് യൂണിറ്റ് ആണ് ബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് മെമ്മറി അല്ലെങ്കിൽ സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നതാണ് ബിറ്റ് അല്ലെങ്കിൽ ബൈനറി ഡിജിറ്റ്. ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 0യും 1ഉമാണ്. ഇനി മെമ്മറി ഈസ് യൂഷ്വലി മെഷേർഡ് ഇൻ, ഒരു മെമ്മറിയെ യൂഷ്വലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ബൈറ്റ് വെച്ചിട്ടാണ്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണിച്ചില്ലേ, ബിറ്റ് 0 1 1 0 1 1 എന്ന് എഴുതി കാണിച്ചില്ലേ? ഇങ്ങനെയുള്ള 8 ബിറ്റുകൾ ചേരുമ്പോഴാണ് ഒരു ബൈറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ 8 ബിറ്റ് ചേരുമ്പോഴാണ് ഒരു ബൈറ്റ് ഉണ്ടാകുന്നത്. അപ്പം മെമ്മറിയെ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ബൈറ്റ് വെച്ചിട്ടാണ് മെമ്മറിയെ മെഷർ ചെയ്യുന്നത്. ഇനി നോക്കിയേ, ഹാഫ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ? 8 ബിറ്റാണ് ഒരു ബൈറ്റ് എന്ന് പറഞ്ഞു. ഇതുപോലെയുള്ള 8 ബിറ്റ് 0 1 1 0 1 1 എന്ന് പറയുന്ന 8 ബിറ്റുകൾ ചേരുമ്പോഴാണ് ഒരു ബൈറ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ 8 ബിറ്റിൻ്റെ പകുതിയാണല്ലോ 4 ബിറ്റ്. അപ്പോൾ 4 ബിറ്റാണ് ഹാഫ് ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് ബൈറ്റിനെ അറിയപ്പെടുന്ന പേരാണ് നിബിൾ. 1 നിബിൾ ഈസ് ഈക്വൽ ടു, എക്സാമിന് ചോദിക്കും, 1 നിബിൾ ഈസ് ഈക്വൽ ടു ഡാഷ് ബിറ്റ്. എത്ര ബിറ്റാണ്? 4 ബിറ്റാണ്. 1 നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റാണ്. അതിനെ ഹാഫ് ബൈറ്റ് എന്ന് പറയാറുണ്ട്. ഇനി 8 ബിറ്റ് 8 ബിറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈറ്റ്. 8 ബിറ്റുകൾ ചേരുന്നതാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം 8ൻ്റെ പകുതിയാണ് 4, അതിനെ നമ്മൾ 1 നിബിൾ എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് എത്ര നിബിൾ ആയിരിക്കും? 2 നിബിൾ ആയിരിക്കും. നോക്കിയേ, 4 ബിറ്റ് ഈസ് ഈക്വൽ ടു 1 നിബിൾ, 8 ബിറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈറ്റ്. ഇനി നോക്കിയാൽ അതിൻ്റെ നേരെ ഇരട്ടി എത്രയാണ്? 16 ബിറ്റ്. ഈ 16 ബിറ്റിനെയാണ് 1 വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ 4 ബിറ്റ് ഈസ് ഈക്വൽ ടു 1 നിബിൾ, 8 ബിറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈറ്റ് ആൻഡ് 16 ബിറ്റ് ഈസ് ഈക്വൽ ടു 1 വേർഡ്. ഇനി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഈ ഫോൺ യൂസ് ചെയ്യുന്ന, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ എന്ത് പറയും? കിലോ ബൈറ്റ്, KB, MB, GB എന്നൊക്കെ നമ്മൾ പറയും. അപ്പം അതെന്താണെന്ന് നോക്കാം. ഇപ്പം നോക്കിയേ, ഇതുപോലെയുള്ള, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു 1 ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റാണ്. അതുപോലെ 1024 ബൈറ്റുകൾ ചേരുന്നതാണ് ഒരു KB. 1024 ബൈറ്റ് ഈസ് ഈക്വൽ ടു 1 KB അല്ലെങ്കിൽ കിലോ ബൈറ്റ്.
ഇനി അടുത്തത് എന്താണ്? മെഗാബൈറ്റ് ആണ്. അപ്പോൾ 1024 KB ഈസ് ഈക്വൽ ടു 1 MB അല്ലെങ്കിൽ മെഗാബൈറ്റ്. 1024 MB ഈസ് ഈക്വൽ ടു 1 GB അല്ലെങ്കിൽ ജിഗാബൈറ്റ്. ഇനി തൊട്ട് അടുത്തത് എന്താണ്? 1024 GB ഈസ് ഈക്വൽ ടു 1 TB അല്ലെങ്കിൽ ടെറാബൈറ്റ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. താഴോട്ടുള്ളതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ മെയിനായിട്ടും പഠിച്ചു വെക്കുക. അപ്പം ഏതൊക്കെയാണ്? കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്. ഇത് ഇത്രയും നമ്മൾ യൂഷ്വലി കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തൊട്ട് മുന്നേ ഉള്ളത് ചിന്തിച്ചാൽ മതി. കിലോ ബൈറ്റിൻ്റെ മുന്നേ എന്താ വരുന്നത്? ബൈറ്റ് ആണ്. അതിൻ്റെ കൂടെ 1024 ചേർക്കുക. അപ്പോൾ 1024 ബൈറ്റ് ആണ് ഒരു കിലോ ബൈറ്റ്. ഇനി കിലോ ബൈറ്റ് കഴിഞ്ഞ് വരുന്ന ഏതാണ്? മെഗാബൈറ്റ് ആണ്. അപ്പോൾ ഒരു മെഗാബൈറ്റ് കിട്ടണമെങ്കിൽ അതിന് മുന്നേ ഉള്ളതിൻ്റെ കൂടെ 1024 ചേർക്കുക. അപ്പോൾ എന്താ? 1 MB ഈസ് ഈക്വൽ ടു 1024 KB. ഇനി നോക്കിയേ, 1 GB ഈസ് ഈക്വൽ ടു, ജിബിയുടെ തൊട്ട് മുന്നേ വരുന്നത് MB ആണ്. അപ്പോൾ MBയോട് എന്ത് ചേർക്കുക? 1024. 1 GB ഈസ് ഈക്വൽ ടു 1024 MB. ഇനി അടുത്തത് 1 TB ഈസ് ഈക്വൽ ടു, അതിന് തൊട്ട് മുന്നേ വരുന്ന GB യോട് 1024 ചേർക്കുക. 1024 GB. ഇത്രയും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ 1 KB ഈസ് ഈക്വൽ ടു 1024 ബൈറ്റ്, 1 MB ഈസ് ഈക്വൽ ടു 1024 കിലോ ബൈറ്റ്, 1 GB ഈസ് ഈക്വൽ ടു 1024 മെഗാബൈറ്റ്, 1 TB ഈസ് ഈക്വൽ ടു 1024 ജിഗാബൈറ്റ്. KB എന്ന് പറഞ്ഞാൽ കിലോ ബൈറ്റ്, MB മെഗാബൈറ്റ്, GB ജിഗാബൈറ്റ്, TB ടെറാബൈറ്റ്. ഇത് ഇത്രയും ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഇനിയുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടെറാബൈറ്റ് കഴിഞ്ഞാൽ വരുന്നത് പെറ്റാബൈറ്റ് ആണ്. അപ്പോൾ 1 പെറ്റാബൈറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1024 കൊടുക്കുക. 1024 ടെറാബൈറ്റ്. അപ്പോൾ ടെറാബൈറ്റ് കഴിഞ്ഞാൽ പെറ്റാബൈറ്റ് കഴിഞ്ഞാൽ വരുന്നത് എക്സാബൈറ്റ് ആണ്. 1 എക്സാബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 പെറ്റാബൈറ്റ്. ഇനി എക്സാബൈറ്റ് കഴിഞ്ഞാൽ വരുന്നത് സെറ്റാബൈറ്റ് ആണ്. 1 സെറ്റാബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 എക്സാബൈറ്റ്. ഇനി സെറ്റാബൈറ്റ് കഴിഞ്ഞ് വരുന്നത് 1 യോട്ടാബൈറ്റ് ആണ്. 1 യോട്ടാബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 സെറ്റാബൈറ്റ്. ഇനി യോട്ടാബൈറ്റ് കഴിഞ്ഞ് വരുന്നത് ബ്രോണ്ടോബൈറ്റ് ആണ്. BB എന്ന് പറഞ്ഞാൽ ബ്രോണ്ടോബൈറ്റ്. 1 ബ്രോണ്ടോബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 YB എന്താണ്? യോട്ടാബൈറ്റ്. അപ്പോൾ 1 ബ്രോണ്ടോബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 യോട്ടാബൈറ്റ്. ഇനി അടുത്തത് ലാസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ 1 ജിയോബൈറ്റ് ആണ്. 1 ജിയോബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 ബ്രോണ്ടോബൈറ്റ്. അപ്പോൾ ഇവിടം തൊട്ടാണ് നമുക്ക് പറയാനുള്ള പെറ്റ, എക്സ, സെറ്റ, യോട്ട, ബ്രോണ്ടോ, ജിയോബൈറ്റ്. ഇതൊരു പാട്ട് പോലെ പഠിച്ചു വെച്ചാൽ മതി. എങ്ങനെയാണ്? KMGT എന്ന് പറയുമ്പോൾ കിലോ ബൈറ്റ്, M എന്താണ്? മെഗാബൈറ്റ്, G എന്താണ്? ജിഗാബൈറ്റ്, T എന്താണ്? ടെറാബൈറ്റ്. KMGT പെറ്റ, എക്സ, സെറ്റ, യോട്ട, ബ്രോണ്ടോ, ജിയോബൈറ്റ്. പെറ്റ, എക്സ, സെറ്റ, യോട്ട, ബ്രോണ്ടോ, ജിയോബൈറ്റ്. കണ്ടോ? KMGT പെറ്റ, എക്സ, സെറ്റ, യോട്ട, ബ്രോണ്ടോ, ജിയോബൈറ്റ്. അപ്പോൾ നമുക്ക് ഓരോന്നും എളുപ്പമാണ്. K കിലോബൈറ്റ്, M മെഗാബൈറ്റ്, G ജിഗാബൈറ്റ്, T ടെറാബൈറ്റ്. പെറ്റാബൈറ്റ്, എക്സാബൈറ്റ്, സെറ്റാബൈറ്റ്, യോട്ടാബൈറ്റ്, ബ്രോണ്ടോബൈറ്റ്, ജിയോബൈറ്റ്. ലാസ്റ്റ് 1. ഇനി ഓരോന്നും ചോദിക്കുമ്പോൾ അതിന് തൊട്ട് മുന്നിൽ വരുന്നതിൻ്റെ കൂടെ 1024 കൊടുക്കുക. ഇപ്പം നോക്കിയേ, K കഴിഞ്ഞിട്ട് എന്താണ്? M എന്താണ്? കിലോ ബൈറ്റ് കഴിഞ്ഞിട്ട് മെഗാബൈറ്റ്. അപ്പോൾ മെഗാബൈറ്റ് വരണമെങ്കിൽ തൊട്ട് മുന്നിലുള്ള കിലോ ബൈറ്റിൻ്റെ കൂടെ 1024. 1 MB ഈസ് ഈക്വൽ ടു 1024 KB. ഇനി G എന്താണ്? ജിഗാബൈറ്റ്. തൊട്ട് മുന്നിൽ M ആണല്ലോ വരുന്നത്. അപ്പം മെഗാബൈറ്റ്. 1 GB ഈസ് ഈക്വൽ ടു 1024 മെഗാബൈറ്റ്. ഇനി അടുത്ത 1 T എന്താണ്? ടെറാബൈറ്റ്. അപ്പം 1 ടെറാബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 ജിഗാബൈറ്റ്. ഇനി പെറ്റയ്ക്ക് മുന്നേ വരുന്നത് ടെറാബൈറ്റ് ആണ്. അപ്പോൾ 1 പെറ്റാബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 ടെറാബൈറ്റ്. പിന്നെ നെക്സ്റ്റ് 1 എക്സാബൈറ്റ് ആണ്. അപ്പോൾ തൊട്ട് മുന്നേ വരുന്ന പെറ്റാബൈറ്റ്. 1 എക്സാബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 പെറ്റാബൈറ്റ്. അതുപോലെ തന്നെ അടുത്തത് സെറ്റായാണ്. 1 സെറ്റാബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 എക്സാബൈറ്റ്. 1
യോട്ട ബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 സെറ്റാബൈറ്റ്. 1 ബ്രോണ്ടോ ബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 യോട്ട ബൈറ്റ്. ഇനി അടുത്തത് 1 ജിയോ ബൈറ്റ്. ബ്രോണ്ടോ ബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 യോട്ട ബൈറ്റ്. 1 ജിയോ ബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 ബ്രോണ്ടോ ബൈറ്റ്. ഈ ഒരു പാട്ട് പോലെ പഠിച്ചു വെച്ചിട്ട് നമ്മൾ ഇത്രയും മറക്കത്തില്ല. നമ്മൾ കൂടെ പറഞ്ഞു നോക്കിയാൽ മതി. KM GT പെറ്റ എക്സ സെറ്റ യോട്ട ബ്രോണ്ടോ ജിയോ ബൈറ്റ്. അപ്പോൾ യൂണിറ്റ് ഓഫ് മെമ്മറി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് ബിറ്റാണ്, ബൈനറി ഡിജിറ്റ് ആണ്. 0ഉം 1ഉമാണ് ബിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. മെമ്മറി മെഷർ ചെയ്യുന്നത് ബൈറ്റിലാണ്. ഇനി 4 ബിറ്റ് ഈസ് ഈക്വൽ ടു 1 നിബിളും 8 ബിറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈറ്റ് ആണ്. 16 ബിറ്റ് ഈസ് ഈക്വൽ ടു 1 വേഡ്. പിന്നെ വരുന്നത് കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ്, എക്സാബൈറ്റ്, സെറ്റാബൈറ്റ്, യോട്ടോ ബൈറ്റ്, അതുപോലെ തന്നെ ബ്രോണ്ടോ ബൈറ്റ് ആൻഡ് ജിയോ ബൈറ്റ്. KM GT പെറ്റ എക്സ സെറ്റ യോട്ട ബ്രോണ്ടോ ജിയോ ബൈറ്റ്. നോക്കിയേ 100 MB ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ ഇതുപോലെയും ചോദിക്കാം. 100 MB ഈസ് ഈക്വൽ ടു ഡാഷ് KB എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 MB ഈസ് ഈക്വൽ ടു 1024 KB എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 100 MB ആണ്. ഇവിടെ 1ന് പകരം എന്താ വന്നേക്കുന്നത്? 100, 2 0 കൂടെ ഉണ്ടല്ലേ. അപ്പോൾ എന്താണ്? അപ്പോൾ 1 MB ഈസ് ഈക്വൽ ടു 1024 ആണെങ്കിൽ 100 MB എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1024ൻ്റെ കൂടെ 100 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടോ? അപ്പോൾ 1024 കഴിഞ്ഞിട്ട് 100ൻ്റെ 2 0 കൂടി വരും. അപ്പോൾ അത്രയും KB ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ എല്ലാം നല്ല വിശദമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് വഴി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്